അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനോടൊപ്പം അതിന് ചേരുവയായിട്ട് ഒരു മുട്ടക്കറിയുമാണ്, ഒരു മുട്ട കുറുമയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ലെപ്സി റവയാണ്. സാധാ റവ കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ അവലാണ്, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നമുക്കൊന്ന് കുതിർത്തെടുക്കാം. അതിനായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവലും റവയും ഒക്കെ നല്ല കുതിർന്ന് കിട്ടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ റവയും അവലും ഒക്കെ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ഒരല്പം തേങ്ങാവെള്ളത്തിലോ ഇച്ചിരി ചൂടുവെള്ളത്തിലോ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ വേണമെന്നില്ല, ഒരു കുറച്ച് നമ്മളെടുത്തിരിക്കുന്ന മാവിനനുസരിച്ച് നമുക്ക് സോഡാപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളം എടുത്താലും മതി. ഞാനിവിടെ തേങ്ങാവെള്ളം ഉള്ളതുകൊണ്ടാണ് തേങ്ങാവെള്ളം എടുത്തത്. തേങ്ങാവെള്ളം എടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റവയും അവലും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അവലൊക്കെ അങ്ങ് നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ റവയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അപ്പത്തിനായിട്ട് 1 മുറി തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ റവ കൊണ്ടുള്ള അപ്പം തയ്യാറാക്കുമ്പം അവൽ തന്നെ ചേർക്കണമെന്നില്ല, നമുക്ക് ചോറ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒരു കൈപ്പിടി അളവിൽ ചോറ് ചേർത്ത് വേണമെങ്കിലും നമുക്ക് ഈ റവ അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ തേങ്ങയെല്ലാം മിക്സിയിലിട്ടാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. തേങ്ങയും റവയുടെ മിക്സും എല്ലാം കൂടെ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം ബാക്കിയും കൂടെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് അരയ്ക്കാൻ നേരത്ത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ തേങ്ങാവെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ആ ജാറിലോട്ടിട്ട് നന്നായിട്ട് ഈ രണ്ടാമത് ചേർത്ത് ചേരുവയുടെ കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഡയറക്റ്റായിട്ട് ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ അരച്ചെടുക്കുന്ന മിക്സിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുമ്പോഴാണ് അത് കൂടുതൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടാൻ ഇടയാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. അരച്ചെടുത്ത മാവിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ മാവും കൂടെ ആയപ്പോഴത്തേന് ബൗളിൽ കൊള്ളത്തില്ല. അങ്ങനെ പിന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ ചരുവത്തിലോട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതിനായി കാടമുട്ടയും നാടമുട്ടയും കൂടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനായി കുറച്ച് തേങ്ങയും 2 ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. സാദാ ജീരകം, ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വലിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 2-3 പച്ചമുളകും 2-3 സവാളയും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഈ മുട്ട കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ഈ കുറുമ റെഡിയാക്കി എടുക്കാവുന്നത്. നമുക്ക് സാധാ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പം ഈ അപ്പത്തിൻ്റെ കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ മുട്ട കുറുമ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ചതാണെങ്കിൽ 1 കുടം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ടാണ്
ഉള്ളിയൊക്കെ വഴറ്റിയ ശേഷം ചേർത്ത് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് അതും നന്നായിട്ട്, അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയൊരു ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴണ്ടി യോജിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടി വകകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്, അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ പൊടി വകകളൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അങ്ങനെ പൊടിയെല്ലാം മൂത്ത ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ചെറുള്ളിയും മാത്രമാണ് നമ്മളിതിലിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ തേങ്ങയും ചെറുള്ളിയും കൂടെ അരച്ച മിക്സ് നമുക്കിതിലോട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ നമ്മളുടെ ഈ സവാളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ടും ആ മുളക് പൊടിയൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം ചേർത്ത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ജാറൊക്കെ കഴുകിയ കുറച്ച് വെള്ളം ചേർത്താണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറുമയായതുകൊണ്ട് തന്നെ ഒരുപാട് ചാറായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് തന്നെ. അപ്പോൾ വളരെ കുറച്ച് തന്നെ വെള്ളം ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ തയ്യാറായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു റോസ്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ചാറ് വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇതൊരു റോസ്റ്റ് രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതന്നേരം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ മുട്ടയെല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്ന മുട്ടയെല്ലാം ഇതിലോട്ട് പറക്കി ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം ഒന്ന് തത്തിപ്പൊത്തി വെച്ച ശേഷം വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറിയാണ് ഞാൻ ഈ അപ്പത്തിൻ്റെ കൂടെ റെഡിയാക്കിയിരിക്കുന്നത്. മുട്ട കുറുമയാണ് ഈ അപ്പത്തിൻ്റെ കൂടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിക്ക് വേണമെങ്കിലും ഒരു കറിയായിട്ട് ഉപയോഗിക്കാം. മുട്ടയില്ലാതെ തന്നെയും നമുക്ക് ഇങ്ങനെ കുറുമ ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ മുട്ട തന്നെ ചേർക്കണമെന്നില്ല, ചിക്കൻ വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മുട്ട കുറുമയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അലങ്കരിക്കാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത വശം തന്നെ അടച്ച് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. റവ കൊണ്ടുള്ള നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി, അപ്പത്തിൻ്റെ പാൻ ചൂടാക്കി അതിലേക്ക് കോരി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ സാധാ അപ്പം പോലെ തന്നെ അതുണ്ട്, നല്ലതായിട്ട് പൊള്ളിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ആ ബോൾസൊക്കെ വീണ് നല്ല അപ്പത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ സാധാ അപ്പം കഴിക്കുന്ന പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കുന്നതിന്. അപ്പോൾ ഈ ഈസ്റ്ററിന് ഇതുപോലെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള റവ കൊണ്ടുള്ള അപ്പവും
മുട്ടക്കറിയുമാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ എന്താണ്ട് നല്ല പൊള്ളിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ സൈഡൊക്കെ നല്ല കരിമുരാന്നിരിക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇട്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഈ അപ്പം നമ്മൾ ചുട്ടെടുക്കണം. തീ കുറച്ചാൽ അപ്പത്തിൻ്റെ ആ ഒരു രീതി അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അപ്പവും മുട്ട കുറുമയുമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, വളരെ ഈസിയുമാണ്. നമ്മൾ ഒരു ദിവസം അരിയൊന്നും വെള്ളത്തിലിട്ടില്ലെങ്കിലും നമുക്ക് അരി അരച്ച് മാവുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ രാവിലെയോ രാത്രി ഡിന്നറിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത മാവ് ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.